നമ്മളെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഇന്ന് ശംഖുമുഖത്ത് പോകാൻ തീരുമാനിച്ചു. ഇന്ന് 3 ഓണമാണ്. ഈ പ്രാവശ്യം നമുക്ക് അധികം ഓണം ഇല്ലായിരുന്നു. ഓണം വലുതായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ല, വലിയമ്മ മരിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, ശംഖുമുഖത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു ഈ പ്രാവശ്യവും. നമ്മൾ ബസ്സിലായിരുന്നു പോയത്, ഞാനും കാത്തും മാളുൻ്റെ ഹസ്ബൻഡ് പിന്നെ കൊച്ച്. അതിലാണ് ബീച്ച് കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മൾ പോയത് ബസ്സിലാണ്. നമ്മൾ 3 മണിക്ക് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ ഇറങ്ങി വന്നപ്പോഴത്തേക്കും 4 മണിയായി. പിന്നെ ബസ് വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. അതുപോലെ തന്നെ അമ്മാതിരി ബ്ലോക്കായിരുന്നു. ഓരോ ബ്ലോക്കിലും നമ്മൾ നിന്ന് പോയപ്പോഴത്തേക്കും അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ടൈമായി. പിന്നെ ഞാൻ ഒരുപാട് നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, കുറേ നാളായി ലോങ് വീഡിയോ. ഞാൻ ഷോർട്ട് വീഡിയോ ഇടാനല്ലാണ്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളായി. പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു, അവർ പാപ്പനംകുളം താമസിക്കുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് ബൈക്കിൽ രണ്ടുപേരും കൂടിയിട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മുടെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞാൽ അവർ ബീച്ചിൽ അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ പോയപ്പോഴത്തേക്കും നമ്മാതിരി ബ്ലോക്ക് ഉണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നമ്മൾ ലേറ്റായി. ഈസ്റ്റ് പോയ കാരണം എന്ന് വെച്ചാൽ നമുക്ക് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഇരുന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈസ്റ്റ് പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ എൻ്റെ പൊന്നും അമ്മാതിരി തിരക്കായിരുന്നു. നമ്മൾ ബസ് എയർപോർട്ടിൻ്റെ അകം വഴിയാണ് പോയത്. അപ്പം ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുത്ത് ശംഖുമുഖം എത്താറായപ്പോഴത്തേക്ക് എനിക്കൊരു സീറ്റ് കിട്ടി. തിരക്കെന്ന് വെച്ചാൽ വേളി ശംഖുമുഖം ബസ് ഫുൾ, ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നു. എല്ലാ ബസ്സും ഭയങ്കര തിരക്കായിരുന്നു, അമ്മാതിരി തിരക്കുണ്ടായിരുന്നു. അവിടെ എത്താറായപ്പോൾ ഭാഗ്യവശം എനിക്കൊരു സീറ്റ് കിട്ടി. ബീച്ചിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം പ്രോഗ്രാംസ് ഒന്നും കാണില്ല എന്നും പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയിരുന്നു. എല്ലാ രീതിയിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു.
മാളും ഹസ്ബൻഡൊക്കെ അങ്ങ് പാലക്കാടാണ്. ഇതുപോലൊരു ഫംഗ്ഷൻ, അതായത് ഓണം, ക്രിസ്മസ് അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉള്ളപ്പോഴേ അവർ അവിടെ നിന്ന് ഇവിടെ വരുള്ളൂ. അതുപോലെ തന്നെ കൊച്ച് ആദ്യമായിട്ടാണ് ബീച്ച് കാണുന്നത്. അപ്പോൾ അധികം വാശിയൊന്നും പിടിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ വിചാരിച്ച് വാശി പിടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ ഭയങ്കരമായിട്ട് അവൻ എൻജോയ് ചെയ്ത് അവൻ്റെ രീതിയിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് കരച്ചില്ല, ഒരു വാശിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ ബീച്ചിലോട്ട് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു, കാണുന്നതിനറിയാം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ച് lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. കോമഡി കാണിക്കല്ലേ, പെട്ടെന്നാവട്ടെ. ആ കാത്തൂന് കാലിലെന്ത്? സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ലാസ്റ്റ് ഒരു 6:45 ആയപ്പോഴത്തേക്കും അവിടുത്തെ ഗാർഡ് നമ്മളങ്ങ് കരയിൽ കയറ്റി. കാരണം തിരമല നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മൾ നേരെ ഓരോരുത്തർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഫുഡൊന്നും അധികം വാങ്ങിച്ച് കഴിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ പൊന്നന് കളിപ്പാട്ട് വാങ്ങിക്കൊടുത്ത്, ജിറാഫും JCB ഒക്കെ അവന് വാങ്ങിക്കൊടുത്ത്. അവൻ നല്ല കുട്ടിയായിട്ടിരുന്നു. അപ്പോൾ അധികം വാശി കാണിക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അവൻ നമുക്ക് നിന്ന് ആ ടൈം തൊട്ട് ലാസ്റ്റ് വരെ നല്ല രീതിയിൽ നമുക്ക് സഹായിച്ചു, സത്യം പറഞ്ഞാൽ. പിന്നെ ഞാനും ചേച്ചിയും കാത്തും കൂടിയിട്ട് മറ്റേ വള്ളം പോലത്തെ അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല, അതിൽ കയറി. മാള് കയറിയില്ല, മാളിന് പേടിയായിട്ട്. പക്ഷെ നമ്മൾ കയറി ശംഖുവോ സത്യം പറഞ്ഞാൽ കിടിക്കും. നമുക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. അതിൽ നിന്ന് കയറി ഇറങ്ങിയ ശേഷം സത്യം എനിക്ക് പിന്നെ ബോധമൊന്നുമില്ല, കൈയും കാലൊക്കെ വിറച്ചിട്ട്. പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കണ്ട, ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇറങ്ങിയപ്പോഴാണ് ബ്ലോക്ക്, 2 സൈഡിൽ ബ്ലോക്ക്. പിന്നെ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. നല്ല രീതിയിൽ നമുക്ക് വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഓൾ സയൻസിലൊരു തട്ടുകടയുണ്ട്, ഓൾ സയൻസ് ജംഗ്ഷൻ്റെ ഒരു തട്ടുകടയുണ്ട്. നമ്മൾ ശംഖുമുഖത്ത് നമ്മൾ ബസ്സിലൊക്കെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തും. പക്ഷേ നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് എത്തുമെന്നും പറഞ്ഞിട്ട് നമ്മൾ ശംഖുമുഖത്ത് നിന്ന് ഓൾ സയൻസ് വരെ നടന്ന് നമ്മൾ അടപ്പിളവി. അവസാനം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഞാനും കാത്തും പൊറോട്ട വാങ്ങി, പൊറോട്ടയും ചിക്കൻ ഫ്രൈ വാങ്ങി. അവർ പപ്പടവും രസാവടയും തട്ടുദോശയും ചമ്മന്തി. നമ്മൾ ഫുഡ്
ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. നമ്മൾ ഈസ്റ്റ് ഫോർട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ബസ് കിട്ടില്ലായിരുന്നു. നമ്മൾ ഇറങ്ങിയത് പാളയത്തായിരുന്നു. പാളയത്ത് ഇറങ്ങി നമുക്ക് തെങ്കാശി ബസ് കിട്ടി. നമ്മളെ റൂട്ട് അല്ലെങ്കിൽ നമുക്ക് എട്ടാങ്കൽ ഇറങ്ങി വരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ബസ് കയറി നമ്മൾ വീട്ടിൽ വന്ന് നല്ലൊരു ഡേ ആയിരുന്നു സത്യം പറഞ്ഞാൽ. വീടെത്തിയപ്പം 11 മണി 11:30 ആ ഒരു ടൈമായി. അച്ഛൻ വിളിക്കാൻ വന്നിരുന്നു. ചേച്ചിയും ചേട്ടനും പാളയം ബസ് സ്റ്റോപ്പിൽ നമ്മളോട് ഉണ്ടായിരുന്നു. നമ്മളെ ബസ് കയറ്റി വിട്ടിട്ടാണ് അവർ പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.